ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അത്ര സന്തോഷത്തിലായിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിഫ്റ്റി ഇന്നലെ ഒരു 10-200 പോയിന്റ് താഴ്ന്നിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. നിഫ്റ്റി 24,837 ക്ലോസ് നടത്തിയത്. ഒരു 0.90%, 1% അടുപ്പിച്ച് നിഫ്റ്റി താഴോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ ഈ പറഞ്ഞ 0.90% അല്ല. അതായത് 2-3% വെച്ച് പല സ്റ്റോക്കുകളും വീണുണ്ടായിരിക്കും. അതാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ആരും അത്ര സന്തോഷത്തിലായിരിക്കില്ല എന്ന് പറയാനുള്ള ഒരു കാരണം. ഇനി നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയ്ക്ക് സപ്പോർട്ട് പറയുകയാണെങ്കിൽ 24,500 ഒരു മേജർ സപ്പോർട്ട് ഉണ്ട്. 24,500 സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി റെസിസ്റ്റൻസ് ആയിട്ട് 25,500 ഞാൻ പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ ആഴ്ച, അതായത് ഈ ആഴ്ചയില് ആക്ടിവിറ്റീസ് എന്തൊക്കെയാ ചെയ്തതെന്ന് നോക്കാം. 21-ാം തീയതി തിങ്കളാഴ്ച വിദേശ നിക്ഷേപകരെ 1,681 കോടി രൂപയ്ക്ക് സെയിൽ നടത്തി. ആഭ്യന്തര നിക്ഷേപകരാകട്ടെ 3,578 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച 22-ാം തീയതി 3,548 കോടി രൂപയ്ക്ക് വിദേശ നിക്ഷേപകര് സെല് നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര നിക്ഷേപകര് 5,239 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. 23-ാം തീയതി ബുധനാഴ്ച 4,209 കോടി രൂപയുടെ സെല്ല് വിദേശ നിക്ഷേപകർ നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര നിക്ഷേപകര് 4,358 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. 24-ാം തീയതി വ്യാഴാഴ്ച 2,133 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. വിദേശ നിക്ഷേപകര്, ആഭ്യന്തര നിക്ഷേപകര് 2,617 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോ വിദേശ നിക്ഷേപകരുടെ ലോങ് പൊസിഷൻ വെറും 18% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 82% ഷോർട്ട് പൊസിഷൻ അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച വരെ, ഈ വ്യാഴാഴ്ച 24-ാം തീയതി വരെയുള്ള ഡാറ്റ നോക്കുമ്പോൾ 18% സ്റ്റിൽ അവര് ഹോൾഡിങ്സ്, അതായത് ലോങ് പൊസിഷൻ അത്രേ ഉള്ളൂ. അതായത് 82% ഷോർട്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ അവര് മാർക്കറ്റ് ഡൗൺ സൈഡ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ നഷ്ടത്തിലായിരിക്കാം. ഒട്ടുമിക്കവാറും സ്റ്റോക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ചില സ്റ്റോക്കുകൾ പ്രോഫിറ്റിലായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് ഓപ്ഷൻസ് സെല്ലിങ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ, അടുത്ത ആഴ്ച ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയില് പറയേണ്ട ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പെയ്ഡ് ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പെയ്ഡ് ഗ്രൂപ്പാണല്ലോ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ഒക്കെ ഉത്തരം അടുത്ത ആഴ്ച വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യാൻ അറിയണം. അതിൽ ഓപ്ഷൻസ് സെല്ല് ചെയ്യാനായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിന്റെ കമന്റിന്റെ അടിയിൽ രേഖപ്പെടുത്തണം, എനിക്ക് ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് മാത്രമാണ് അടുത്ത ആഴ്ചയിലെ വീഡിയോ കണ്ടുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ചെയ്യാനായിട്ട് ഈ ക്യാപിറ്റൽ പുറത്തുനിന്നൊന്നും 1 രൂപ പോലും കൊണ്ടുവരണ്ട. മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നഷ്ടത്തിലായാലും ലാഭത്തിലായാലും ആ സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്തുകൊണ്ട്, ആ പ്ലഡ്ജ് ചെയ്ത കൊളാട്രൽ, ആ മാർജിൻ വെച്ചിട്ട്, പ്ലഡ്ജ് ചെയ്ത പൈസ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം. അപ്പോ നിങ്ങൾക്ക് വീണ്ടും സംശയം തോന്നും, അങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണ്ട, അതിന്റെ പ്രൂഫ് ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം. അപ്പോ യെസ്, ഞാൻ പ്രൂഫ് കാണിച്ചു തരാൻ ഞാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വീഡിയോ ചെയ്യുമ്പോൾ കഴിഞ്ഞ 3 മാസത്തെ, അതായത് മെയ്, ജൂൺ, ഈ മാസം ഉൾപ്പെടെ ജൂലൈ, ഈ 3 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് PNL നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അതല്ലാതെ ഒരാള് ഞാൻ കോഴ്സ് ചെയ്യുന്നുണ്ട്, പെയ്ഡ് കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളത് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യണതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് 3 മന്ത്സ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരുന്നത്. അതായത് മെയ്, ജൂൺ, ജൂലൈ 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് തുറന്ന് കാണിച്ചു തരുന്നത്. ഈ ആഴ്ച ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഈ ആഴ്ച ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു 3-4 ട്രേഡിംഗ് ദിവസം കൂടി ഉണ്ടല്ലോ ഈ മാസം അവസാനിക്കാനായിട്ട്. 4 ട്രേഡിംഗ് ദിവസം കൂടി ഉണ്ട്. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് വേണം. അപ്പൊ അടുത്ത ആഴ്ചയിലേക്ക് ആകുമ്പോൾ കൃത്യമായിട്ട് മെയ്, ജൂൺ, ജൂലൈ 3 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരും. ഓപ്ഷൻസ് സെല്ലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻസ് സെല് ചെയ്തിട്ട് പ്രോഫിറ്റ് എത്ര കിട്ടി, ലോസ് ആണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരും. അപ്പൊ അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഗ്രൂപ്പിലേക്ക് ആഡ് ആവണോ വേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിന് നിങ്ങൾ പുറത്തുനിന്ന് ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവരണ്ട. നിങ്ങളുടെ ഹോൾഡിങ്സിലുള്ള സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്ത പൈസ കൊണ്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ കാര്യം ഇപ്പൊ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒരാഴ്ച സമയമുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടിട്ട്, നമ്മുടെ ചാനലിൽ അധികം വീഡിയോസ് ഉണ്ടാവില്ല ഓപ്ഷൻസ് സെല് ചെയ്യാനായിട്ട്.
അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ആളുടെ വീഡിയോ കണ്ടുകൊണ്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്യണത് എങ്ങനെയാന്ന് പഠിച്ച് മനസ്സിലാക്കി വരിക. അങ്ങനെ കുറച്ച് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് മാത്രമാണല്ലോ ഞാൻ പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്ന മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എടുക്കുന്ന ട്രേഡ് സെയിം ടൈം അറ്റ് ദ ടൈം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തല്ല പറഞ്ഞു തരുന്നത്, അതിന് മുന്നേ നമ്മൾ ട്രേഡ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ന ട്രേഡിൽ കയറി എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കും. ആ അയച്ചു കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ എത്രയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ, എത്രയാണ് നമ്മൾ ടാർഗറ്റ് ഉദ്ദേശിക്കുന്ന ഏരിയ, ആ ഏരിയ കൃത്യമായിട്ട് അതുകൂടി പറഞ്ഞു കൊടുക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അപ്പൊ പിന്നെ ഇനി എക്സിറ്റ് ആവുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്ന സമയത്തായാലും ടാർഗറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തായാലും എന്റെ സ്ക്രീൻഷോട്ട് ടാർഗറ്റിന്റെയോ സ്റ്റോപ്പ് ലോസിന്റെയോ സ്ക്രീൻഷോട്ട് എത്തി നിങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ ട്രേഡ് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് പറയണ്ട, ആ ഏരിയയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോ ഈ കഴിഞ്ഞ അടുത്ത ആഴ്ചയില് കഴിഞ്ഞ 3 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരും. ആ സ്റ്റേറ്റ്മെന്റ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ആയാൽ മതി. ഓക്കെ, വീണ്ടും പറയാണ്, നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു രൂപ പോലും ക്യാപിറ്റൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ ഇപ്പൊ എന്തായാലും മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി താഴോട്ട് പോകാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പൈസ വെച്ചിട്ട് തന്നെ ഓപ്ഷൻസ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് പോകാൻ നല്ലൊരു മെത്തേഡായിട്ട് തോന്നും. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റ് ഡൗൺ പോകുമ്പോൾ നിങ്ങൾക്ക് അധികം പ്രയാസം ഉണ്ടാവില്ല. കാരണം മന്ത്ലി ഒരു കുറച്ച് പൈസ ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അതല്ലാതെ വെറുതെ അവിടെ ഡെഡ് മണി പോലെ കിടക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞു മാത്രം. അപ്പോ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ആഴ്ച പറയാം. ഓക്കെ, ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത് 0.46% പോസിറ്റീവിലാണ്. നാസ്ഡാക്ക് 0.25% പ്ലസിലാണ്. ഡോ ജോൺസും 0.48% പ്ലസിലാണ്. S&P 500 0.42% പ്ലസിൽ തന്നെയാണ്. അപ്പൊ അമേരിക്കൻ മാർക്കറ്റ്സ് എല്ലാം 4 മാർക്കറ്റും പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ട്, 100% അടുത്ത് പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ട്. പിന്നെ ഫഡ്സ് UK മാർക്കറ്റ് 0.20% നെഗറ്റീവ് ആണ്, ജസ്റ്റ് ഫ്ലാറ്റ് വേണമെങ്കിൽ പറയാം. CAC 14 ഫ്രാൻസ് മാർക്കറ്റ് 0.37% പ്ലസിൽ തന്നെയാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.21% നെഗറ്റീവിലാണ്, ജസ്റ്റ് ഫ്ലാറ്റ് വേണമെങ്കിൽ പറയാം. നിക്കി മാർക്കറ്റ് ജപ്പാന്റെ 0.90% നെഗറ്റീവിലാണ്, ഒരു 1% അടുപ്പിച്ച് നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഹോങ്കോങ് മാർക്കറ്റ് 1.10% നെഗറ്റീവിലാണ്, 1% മുകളിൽ നെഗറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഗിഫ്റ്റ് നിഫ്റ്റി നിങ്ങൾക്ക് അറിയാം, ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പുലർച്ചെ 2:30 വരെ ട്രേഡ് നടത്തിയിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് നടത്തിയിട്ടുള്ളത് നെഗറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്, 0.07%, അഥവാ ഒരു 17 പോയിന്റ്, ജസ്റ്റ് ഫ്ലാറ്റ് എന്നാൽ നെഗറ്റീവ് ബയാസോടുകൂടി നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഗിഫ്റ്റ് നിഫ്റ്റി 17 പോയിന്റ് ഡൗൺ ആണെങ്കിലും മൺഡേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഒരു 50 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയാണ് ട്രേഡ് നടത്തുന്നത് അതിൽ നിന്ന് ഒരു 50-60 പോയിന്റിന്റെ താഴെയാണ് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് നടത്താറ്. ഓക്കെ, ഇനി തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു 6 മണി 6:30 ആകുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ആരംഭിക്കും. ആ സമയത്തുള്ള ഡാറ്റ വേണ്ടി നോക്കിയതിന് ശേഷമാണ്, ആ സമയത്തുള്ള വ്യത്യാസം ഒരു 3 മണിക്കൂർ ട്രേഡ് നടത്തുന്നുണ്ടല്ലോ, ആ സമയത്ത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് ഗ്യാപ്പ് അപ്പ് വരാം, ഡൗൺ ആണെങ്കിൽ ഗ്യാപ്പ് ഡൗണും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് അടുത്ത ആഴ്ച ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ. ഇനി നമ്മൾ SK മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം മുമ്പ് നമ്മൾ ഒരു 21 സെക്ടറിൽ പെട്ട 21 സ്റ്റോക്കുകളുടെ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 21 അപ്പൊ നമ്മൾ താല്പര്യമുള്ളവർക്ക് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എഴുതി കാണിച്ച് അവിടെ സ്ക്രീൻഷോട്ട് ഇവിടെ മുകളിൽ കൊടുക്കാം. അതായത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ടിൽ കാണാം, 79,545 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. 12 മാസമായിട്ട് ഒരു മാസം 21 സ്റ്റോക്ക് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ 12 മാസം നമ്മൾ 21 സ്റ്റോക്കുകൾ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 79,545 രൂപയാണ് വരുന്നത്. അപ്പൊ ആവറേജ് വരുന്നത് ഒരു 12 കൊണ്ട് ഹരിക്കുമ്പോ 12 മാസമാണല്ലോ, 6,628 രൂപയാണ് ഒരു മാസം ആവറേജ് വരുന്നത്. ചില മാസം 6,500, ചില മാസം 6,300, നിങ്ങൾക്ക് അറിയാലോ, ഓരോ മാസത്തെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കില്ല എമൗണ്ട്. ആവറേജ് ഒരു 6,628 ഏകദേശം ഒരു മാസം വെച്ച് വരുന്നത്. അപ്പൊ നിലവിൽ അത് ലോസിലാണ്, അത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാം. 3.23%, ഒരു 3.25% ലോസിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ലോസിലാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്, അന്ന് വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയണ്ടായിരുന്നു, ഞാൻ ഒരു വർഷം കഴിഞ്ഞ ശേഷം അതിന്റെ പ്രോഫിറ്റോ ലോസോ സ്റ്റേറ്റ്മെന്റ് ഏതാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇപ്പൊ 2,570 രൂപ ലോസിൽ തന്നെയാണ്. ഓക്കെ,
ഇനി നിഫ്റ്റിയുടെ റിട്ടേൺ നോക്കാം. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓൾ ടൈം ഹൈയിൽ നിന്ന് 5.70% ഇപ്പോഴും ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അതായത് നിഫ്റ്റി, അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കമ്പനികളായിട്ടുള്ള 50 കമ്പനികളുടെ ബാസ്ക്കറ്റ് ആണ് നിഫ്റ്റി 50. ആ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികളാണ് ഈ നിഫ്റ്റി 50-ലുള്ളതല്ലോ. ആ നിഫ്റ്റി 50 പറയുന്നത് 5.70% ഇപ്പൊ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. 5.70% നെഗറ്റീവിലാണ് നിഫ്റ്റിയുടെ റിട്ടേൺ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റിട്ടേൺ വെറും 3.23% മാത്രമല്ലോ. അതായത് ഇന്ത്യയിലത്തെ ടോപ്പ് 50 കമ്പനികളുടെ റിട്ടേൺ എന്ന് വെച്ച് നോക്കുമ്പോൾ 5.5% അധികം നഷ്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ SK മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ വെറും 3.23% മാത്രമേ ലോസിലുള്ളൂ. നമ്മളൊരു കാര്യം നോക്കുമ്പോൾ കമ്പാരിസൺ നടത്തണം. അപ്പോൾ അതാ പറഞ്ഞത്, ഏറ്റവും ടോപ്പ് നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ ടോപ്പ് 50 കമ്പനികളുടെ റിട്ടേൺ 5.5%-അടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് ഒരു വർഷമായിട്ട് നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ SK മ്യൂച്വൽ ഫണ്ട് 3.23% എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അല്ല ബെറ്റർ. അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഒരു വർഷത്തെ ഡാറ്റ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, ഇനി ഇതാ അപ്പൊ നോക്കുമ്പോൾ ബെറ്റർ നമ്മുടെ SK മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഞാൻ വീണ്ടും പറയാണ്, അടുത്ത ആഴ്ച ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അടുത്ത ആഴ്ചയിലെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ താഴെ കമന്റിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാവുന്ന രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ നമുക്ക് അറിയാവുന്ന ഉപകാരമല്ലോ. അടുത്ത ആഴ്ച നമ്മളതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തതിനു ശേഷം താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ അടിയിൽ കൊടുക്കാം. വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ ഓൾ.